രാവിലെ വന്നിട്ടാണ് ഈ ഡാൻസ് കളിക്കേണ്ടത്. രാവിലെ വന്ന് 10 മിനിറ്റോ 15 മിനിറ്റോ ഈ ഡാൻസ് തുള്ളിക്കളിച്ച് ചെയ്യുന്ന വിദ്യാർത്ഥി സ്വാഭാവികമായും വിയർത്തു കുളിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കേരള സാഹചര്യത്തിൽ പല സ്കൂളുകളിലും അത്യാവശ്യത്തിന് ഫാനുകൾ പോലും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ വിയർത്തു കുളിച്ച കുട്ടി അങ്ങനെ ഒന്ന് ക്ലാസ്സിലിരിക്കുന്നു, വൈകുന്നേരം വരെയും അസ്വസ്ഥനായി പോകുന്നു. നമ്മൾ കുളിപ്പിച്ചാണ് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്. എന്തിന്? രാത്രി ഉറങ്ങിയതിൻ്റെ കുഴപ്പം മാറാൻ. അവരുടെ ശരീരം പല രീതിയിൽ വേർത്തും മറ്റും ഈ ശോചനീയമായിട്ടുണ്ടാവും. അതില്ലാതെയാവാൻ നല്ല ഫ്രഷ് ശരീരത്തോടും മൈൻഡോടും കൂടെ ക്ലാസ്സിനെ സമീപിക്കാൻ. ഇത് അസാധ്യമായി തീരുന്നു. ഒരു ബെഞ്ചിൽ 6-7 കുട്ടികളിരിക്കും. ഇവരെല്ലാവരും സൂമ്പയും കളിച്ചിട്ട് വിയർത്തു കുതിർന്നു വരും. എന്നിട്ട് അവർ ചേർന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഫംഗസ് സംബന്ധിയായ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഏകദേശം ഉച്ചവരെയും ഇതിൻ്റെ അസഹ്യതയുണ്ടാകും. അതിനുശേഷം സ്വാഭാവികമായും വയർത്ത് ആ നനഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുണ്ടാകുന്ന മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത വിധം പല ആളുകളും പല രീതിയിലുള്ള സ്മെല്ല് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും, പുറത്തിറത്തിക്കൊണ്ടിരിക്കും. അത് എല്ലാവരും ഒരുപോലെ സഹിച്ചുകൊണ്ട് ഏകദേശം ഉച്ചവരെയും അതിന് ശേഷം വരെയുമുള്ള പീരീഡുകളിൽ അസ്വസ്ഥരായിരിക്കും ഈ കുട്ടികൾ. നമ്മൾ ആലോചിച്ച് നോക്കുക, അവരുടെ ഷൂ നനഞ്ഞിട്ടുണ്ടാവും, സോക്സ് നനഞ്ഞിട്ടുണ്ടാവും. ഈ അസ്വസ്ഥതയെ അവരെങ്ങനെയാണ് പ്രതികരിക്കുക? എനിക്ക് തോന്നുന്ന ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. സാധാരണ ഡ്രസ്സ് ഇട്ട് സ്കൂളിലേക്ക് വരണം, സൂമ്പ ഡാൻസൊക്കെ കഴിയണം, എന്നിട്ട് വേർപ്പ് പറ്റുകളൊക്കെ 1/2 മണിക്കൂർ കാത്തു നിൽക്കണം, എന്നിട്ട് കുളിച്ച് വൃത്തിയാക്കി യൂണിഫോമൊക്കെ ധരിച്ചിട്ട് കുട്ടികൾ ക്ലാസ് കയറണം. ഇത് നമ്മുടെ കേരളത്തിൽ ഒരു നൂറ്റാണ്ട് കൊണ്ട് സാധ്യമാവുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോഴേ ഡാൻസ് കളിച്ചിരിക്കണം, എക്സസൈസ് ചെയ്തിരിക്കണം എന്ന് വാശി പിടിക്കുമ്പോൾ കുട്ടികളുടെ മാനസിക ലെവലിനെ കുറിച്ച് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? അസ്വസ്ഥനായി ഒരാൾ ക്ലാസ്സിലിരുന്നാൽ സ്വാഭാവികമായും അവിടെ പഠിക്കുന്ന പ്രധാന വിഷയങ്ങളൊന്നും ആ കുട്ടിയുടെ മനസ്സിലേക്ക് കയറില്ല. അതിൻ്റെ പുറമെ നമ്മൾ സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നത് എങ്ങനെയാണ്? പരമാവധി ഫുഡ് കൊടുത്തിട്ട്. കാരണം ഉച്ചവരെയും ആ കുട്ടി വലിയ ബൗദ്ധികമായ ഇടപെടലുകൾ നടത്തുകയാണ്. നമ്മൾ പാടത്ത് കളക്കുന്നതിനേക്കാളും നമുക്ക് കോറിയിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും കലോറി മൂല്യം ഊർജം ചെലവാകുന്നതാണ് ബൗദ്ധികമായ ബുദ്ധിപരമായ വ്യവഹാരങ്ങൾ. കുട്ടികൾ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സയൻസിൻ്റെയും മാത്സിൻ്റെയും തിയറികളാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അവർക്ക് നല്ല ഊർജം വേണ്ടി വരും. അതിനുവേണ്ടി ആരോഗ്യപ്രദമായ ഫുഡ് വയറു നിറച്ചു കൊടുത്തിട്ടാണ് ഏതൊരു മാതാവും ഏതൊരു പിതാവും കുട്ടിയെ സ്കൂളിലേക്ക് വിടുക. ആ ഒരു നിറഞ്ഞ വയറുമായി 5-10 മിനിറ്റ് മുമ്പ് മാത്രം ഭക്ഷണം കഴിച്ച വയറുമായി കുട്ടി തുള്ളിച്ചാടുന്നു. ഇതിൻ്റെ ആരോഗ്യവശങ്ങൾ പരിഗണിക്കേണ്ടതല്ലേ? ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന അധ്യാപകരോട് ചോദിക്കുക, ഏറ്റവും നല്ലത് ഒഴിഞ്ഞ വയറിൽ 1 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഈ സംഭവം തുടങ്ങേണ്ടത്. നിറഞ്ഞു നിൽക്കുന്ന വയറിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഉദരത്തിന് പല പ്രശ്നങ്ങളുണ്ടാകും. ദഹന സംബന്ധിയായ വിഷയങ്ങൾ പിന്നീട് നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കേണ്ടി വരും. അതോടൊപ്പം അപ്പൻഡിക്സ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടാകും. കുടല് പിരിയൽ പോലത്തെ സംഗതികൾ ഉണ്ടാകും. മൊത്തം അതോടുകൂടെ എല്ലാം നശിച്ചു പോകുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിറഞ്ഞ വയറുമായി ചെയ്യേണ്ടതേ അല്ല ഒരുവിധ വ്യായാമവും. അത് നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ? ശാസ്ത്രീയമായി വല്ല പഠനവും നടന്നു ഇത് സംബന്ധമായി? ഏതൊക്കെ സ്കൂളിൽ ചൈനയിൽ കുട്ടികളത് കളിക്കുന്നുണ്ട് എന്നതല്ലാതെ ശാസ്ത്രീയമായി എന്തെങ്കിലും ഒരു പഠനം ഇത് സംബന്ധിയായിട്ട് നടന്നു? എന്നുവെച്ചാൽ ലഹരിയുടെ വിപത്തിൽ നിന്ന് കുട്ടികളെ മാറ്റാൻ ഈ ഒരു ലഹരിയിലേക്ക് അവരെ പ്രവേശിപ്പിച്ചാൽ മതി എന്ന് ഗവൺമെന്റ് പറയാതെ പറയുന്നു. ലഹരിയുടെ വിപത്തിൽ നിന്ന് കുട്ടികളെ മാറ്റാൻ ഈ സൂമ്പായുടെ ലഹരിയിലേക്ക് അവരെ മാറ്റിയാൽ മതി എന്ന്. ഇതൊക്കെ എത്രമേൽ അനൗചിത്യാണ്. ശാസ്ത്രീയമായി ഏതെങ്കിലും ഒരു പഠനം നടന്നോ ലഹരിയിൽ നിന്ന് മാറാൻ സൂമ്പ ഡാൻസ് ഉപകാരപ്രദമാണെന്ന്? ഇല്ല. എന്നാൽ ഡാൻസ് കളിക്കുന്നത് ലഹരിയുമായി ഏറ്റവും ബന്ധമുണ്ടെന്നതിന് 10-ലേറെ പഠനങ്ങളുണ്ട്. 10-ലേറെ പഠനങ്ങളുണ്ട്. വാഷിംഗ്ടണിൽ ഏറ്റവും പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി നടത്തിയതടക്കം താരതമ്യേന പുതിയതാണ്. ഡാൻസുമായി ഇത്തരം നൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിൽ 20%-ലേറെയും നിർബന്ധമായും മയക്കുമരുന്നിന്റെ അഡിക്റ്റുകളായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. ഒന്നല്ല, 10-ലേറെ പഠനങ്ങളുണ്ട്. ഡാൻസ് ലഹരിയിൽ നിന്ന് മക്കളെ മാറ്റാനാണെങ്കിൽ ഈ ഡാൻസിലൂടെ തുള്ളിക്കളിയിലൂടെ ലഹരിയിലേക്ക് എത്തിച്ചേരുമെന്നതാണ് ഔദ്യോഗിക പഠനങ്ങൾ. പിന്നെ ഏതെങ്കിലും ഒന്നിലേക്ക് ശ്രദ്ധ മാറിയാൽ മറ്റേതങ്ങോട്ട് മാറിപ്പോകും എന്നതൊക്കെ എത്രമേൽ വിഡ്ഢിത്തമാണ്. നമ്മുടെ മലപ്പുറം ജില്ലയുടെ കാര്യം എടുക്കുക. എല്ലാ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഫുട്ബോളിന്റെ അഡിക്റ്റുകളാണ്. എത്രത്തോളം? നമ്മുടെ മലപ്പുറം ജില്ലക്കാരൻ തന്നെയായ ഗോപിനാഥ് മുതുക്കാടൊക്കെ ഒരു പ്രാവശ്യം എഴുതിയത് മലപ്പുറത്തെ മക്കളുടെ പ്രാർത്ഥനയിൽ പോലും ഫുട്ബോളാണെന്നാണ്. പലപ്പോഴും നമുക്കത് ബോധ്യപ്പെടാറുണ്ട്. SSLC പരീക്ഷയുടെ 4 ദിവസം മുന്നേ പോലും മറച്ചു കെട്ടി വൈകുന്നേരത്തെ ഫുട്ബോൾ കളി കാണാൻ വേണ്ടി ആവേശം കാണിക്കുന്നവർ, എന്നിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലേ?
മലപ്പുറം ജില്ലയിൽ നിന്ന് ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലേ? പലപ്പോഴും കേസ് വർദ്ധിപ്പിക്കാനാണെന്നൊക്കെ വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്? പ്രാദേശിക ഫുട്ബോൾ താരങ്ങൾ ആരെങ്കിലും ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ? ഫുട്ബോൾ കളിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അവിടെ മതപരമായ വിലക്കുകൾ കൊണ്ട് അവർ മാറി നിൽക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ കുടുംബപരമായി ശ്രദ്ധിച്ചു വളർത്തുന്നത് കൊണ്ട് ഫുട്ബോൾ കളിക്കാർ ഈ ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാകും. നേരെ വെച്ച് പന്ത് കളിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ആരെങ്കിലും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ? എന്നല്ല, ടർഫുകളിലൊക്കെയുള്ള കളിയും കളി കഴിഞ്ഞിട്ടുള്ള വിശ്രമവും ലഹരി പ്രചരിക്കാനുള്ള കാരണങ്ങളാകുന്നു എന്നതാണ് റിപ്പോർട്ട്. ശരീരവും ആരോഗ്യവും ശ്രദ്ധാപൂർവം കൊണ്ടു നടക്കുന്ന സിനിമാ താരങ്ങൾ എന്തിനാണ്? അവർക്ക് ആ ഒരു പ്രൊഫഷണൽ പിടിച്ചു നിൽക്കണം, അതിന് ആരോഗ്യം വേണം, സൗന്ദര്യം വേണം, അതിനുള്ള എല്ലാ ട്രീറ്റ്മെന്റും നടത്തിക്കൊണ്ടിരിക്കും. അവർ എത്രമേൽ ശ്രദ്ധിക്കുന്നു അവർ സിനിമക്കാര്യം. അഭിനയത്തിന് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ അടിച്ചു പൊളിക്കണം എന്നറിയാൻ, അതിന് കോച്ചിങ്ങിന് ആളെ വെക്കാൻ, നൃത്തത്തിന് അധ്യാപകരെ വെക്കാൻ, സ്റ്റണ്ടിന് മാസ്റ്റർമാരെ വെക്കാൻ, സിനിമ എന്ന് പറയുന്ന അവരുടെ ജീവിതോപാധിയായി അവർ തെരഞ്ഞെടുത്ത മാർഗത്തെ അവർ എത്രമേൽ ഗൗരവത്തോടുകൂടെ പരിഗണിക്കുന്നു. എന്നിട്ട് സിനിമ മേഖലയിൽ നിന്ന് ലഹരിയുടെ വാർത്തകളില്ലേ? എന്നാൽ ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്നത് അവിടെ നിന്നല്ലേ? പല സിനിമ മേഖലയിലുള്ള ആളുകളെയും ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിക്കപ്പെടുന്നില്ലേ? MDMA പിടിക്കുന്നില്ലേ? മരിജുവാനയുമായി പിടിക്കുന്നില്ലേ? അപ്പൊ ഏതെങ്കിലും ഒന്നിലേക്ക് ശ്രദ്ധ മാറ്റിക്കഴിഞ്ഞാൽ അതോടുകൂടെ ലഹരിയിൽ നിന്ന് മാറിപ്പോകുമെന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ മാത്രം നമ്മൾ അത്രമേൽ പ്രായോഗിക ബുദ്ധി കുറഞ്ഞവരാവാൻ പാടുണ്ടോ? എന്തുകൊണ്ട് ഇസ്ലാം മതം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് വളച്ചുകെട്ടില്ലാതെ പറയാം പരലോകത്തെ വിജയത്തിനാണ്. അതിന് വിഘാതമാകും വിധത്തിലുള്ള ഒരു സംവിധാനങ്ങളും മതം പ്രോത്സാഹിപ്പിക്കുകയേയില്ല. +2 വരെയുള്ള കുട്ടികൾ വലിയ വലിയ കുട്ടികളായിരിക്കും. അവർ ലൈന് മാറി നിന്നാലും ആരൊക്കെയോ തെറ്റിദ്ധരിച്ചതുപോലെ ശരീരം പ്രകടിപ്പിച്ചൊന്നും അല്ലാതെ തന്നെ യൂണിഫോം ഒക്കെ ധരിച്ച് നല്ല വൃത്തിയിൽ ഡാൻസ് ചെയ്താലും ആണും പെണ്ണും തമ്മിൽ ഒരേ വേദിയിൽ നിന്ന് ആടിക്കുഴഞ്ഞ് ചാടി കളിക്കുമ്പോൾ സ്വാഭാവികമായും ഖുർആനിന്റെ ഭാഷയിൽ ഫീ ഖുലൂബിഹിം മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ള ചില ആളുകളെ അത് സ്വാധീനിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് നോട്ടം പാടില്ലെന്ന് ധാർമ്മിക സംവിധാനങ്ങൾ പറയുന്നത്. ഇസ്ലാമിനെ മാത്രം കുറ്റപ്പെടുത്തരുത്. മത്തായിയുടെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായം നമുക്ക് പരിശോധിക്കാം. അതിന്റെ 27, 28, 29 വാക്യങ്ങൾ. വ്യഭിചരിക്കാൻ പാടില്ലെന്ന് നിനക്കറിയാമല്ലോ, എന്നാൽ ഞാൻ പറയട്ടെ, ആസക്തിയോടുകൂടെ അന്യ സ്ത്രീയെ നോക്കുന്നത് ഹൃദയത്തിന്റെയും കണ്ണിന്റെയും വ്യഭിചാരമാണ്. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്, തെറ്റ് ചെയ്യാൻ നിന്റെ കണ്ണ് കാരണമാകുന്നെങ്കിൽ കണ്ണ് ചുയിന്നു കളയണം. എന്തുകൊണ്ടെന്നാൽ 2 കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒറ്റക്കണ്ണനായി സ്വർഗത്തിൽ പോകുന്നതാണ്. തെറ്റ് ചെയ്യാൻ നിന്റെ കാല് കാരണമാകുന്നെങ്കിൽ നീ കാല് മുറിച്ച് കളയണം. നിന്റെ തെറ്റിന് നിന്റെ അവയവങ്ങൾ ഏതെങ്കിലും ഒന്ന് കാരണമാകുന്നുവെങ്കിൽ ആ അവയവം ഛേദിക്കണം. എന്തുകൊണ്ട്? പൂർണ്ണമായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഛേദിക്കപ്പെട്ട ശരീരം സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതാണ്. എന്തിനാണ് ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി ബൈബിളിൽ മത്തായി സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ ഒരു സംഗതി പറയണത്? എല്ലാം ലിബറലായി കാണുന്ന, ആർക്കും എപ്പോഴും എവിടെയും സംഗമിക്കാം, ഡാൻസ് കളിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം, കാണാം, ആസ്വദിക്കാം, അതൊക്കെയാണ് പുതിയ കാലത്തെ പുരോഗതികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ബൈബിൾ വചനത്തെ കുറിച്ച് എന്ത് പറയുന്നു? എന്തുകൊണ്ടാണ് കാണുന്നത് കണ്ണിന്റെ വ്യഭിചാരമായി യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്? ധാർമ്മിക സംവിധാനങ്ങളൊക്കെ ഇതേ പറയൂ എന്നതുകൊണ്ട് മാത്രം. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സ്ത്രീകളെ കാണുമ്പോൾ പുരുഷന്മാർ കണ്ണു താഴ്ത്തണമെന്ന്, പുരുഷന്മാരെ കാണുമ്പോൾ സ്ത്രീകൾ കണ്ണു താഴ്ത്തണമെന്ന്. സൗന്ദര്യം ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്ന മുഖം അവരുടെ ജലാബീബിഹിന്ന, അല്ലെ, സ്ത്രീകളുടെ ഉത്തരീയം അവരുടെ മുഖത്തേക്ക് തൂക്കിയിടണമെന്ന്. നിമ്നോന്നതികൾ പ്രകടിപ്പിക്കരുതെന്ന്, അധമ വികാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയും ഉണ്ടാവരുതെന്ന്. എന്താ പുതിയ കാലത്ത് പോലും വാർത്തകൾ വായിക്കുന്നവർ ഇത്രമേൽ ആധുനികത വന്നിട്ടും സ്ത്രീകൾ ഇപ്പോഴും എല്ലായിടത്തും പീഡിപ്പിക്കപ്പെടുന്നു എന്ന് വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മൂടി പിടിച്ച് നടന്നാൽ അത് കാണാനുള്ള ഒരു പ്രത്യേകമായ ട്രെൻഡ് ഉണ്ടാകുമെന്നാണ് പലരും എതിർവാദമായി ഉന്നയിക്കുന്നത്. തെറ്റിദ്ധരിച്ചു പോയതാണ്.